അശ്വിന് ഈ എവിടെ പോവാ? Every boy's dream. ഞങ്ങൾ പോകുന്നു ഗൈസ് പട്ടായ. 5 ദിവസത്തെ ട്രിപ്പാണ് ഗൈസ്. സ്റ്റേ ട്യൂൺഡ്. ഞങ്ങള് അടിച്ച് പൊളിക്കാൻ പോവാണ്. ഞങ്ങൾ മാത്രമായിട്ടാണ് പോണത്. അതിന് മെയിൻ ഹൈലൈറ്റ്. ഹലോ ഗൈസ്, ഞങ്ങൾക്ക് ഞങ്ങളുടെ ബോർഡിംഗ് പാസ് കിട്ടി. ഇതെൻ്റെ ബോർഡിംഗ് പാസ്, അശ്വിൻ്റെ ബോർഡിംഗ് പാസ്, അശ്വിൻ്റെ ബോർഡിംഗ് പാസ്. ഞങ്ങൾ ചെക്ക് ഇൻ ചെയ്തു. ഇനി ഞങ്ങൾ ബോർഡ് ചെയ്യാൻ പോവാണ്. പക്ഷെ ഞങ്ങളിപ്പോൾ ബോർഡ് ചെയ്യണില്ല. ഞങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ട് ഇമിഗ്രേഷൻ ചെയ്യാനുണ്ട്. അത് കഴിഞ്ഞ് എയർപോർട്ട് ലോഞ്ചിലേക്ക് പോയിട്ടാണ് ഞങ്ങൾ ചെയ്യാൻ പോകുന്നത്. ഇത് നമുക്കെല്ലാവർക്കും ഫേമസ് കളറാണ്. സൈജു കുറുപ്പ് സാറാണ്. സാറ് നമ്മുടെ ചാനലിന് വേണ്ടിയിട്ട് ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ട്. സാറ് ഹായ് പറയും. ഹായ്. താങ്ക് യു സാർ. ആണ് നമ്മുടെ എയർപോർട്ടിൽ സെക്യൂരിറ്റി ചെക്കിങ് കഴിഞ്ഞിട്ട് കയറി വന്ന സ്ഥലം. ഇവിടെ കുറേ റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഉണ്ട്. ബർഗർ കിങ്, ഫയർഫ്ലൈ, ലോഞ്ച് ബാർ, ക്ലബ് സുലൈമാനി, അങ്ങനെ കുറച്ചധികം റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. നമ്മളിനി നേരെ പോണത് എയർപോർട്ട് ലോഞ്ചിലേക്കാണ്. പക്ഷേ റോളിംഗാ. ഇതാണ് ഞങ്ങളുടെ എയർപോർട്ട് ലോഞ്ച്. ഇതാണ് എർത്ത് ലോഞ്ച്. നമ്മളെല്ലാവരും പല വീഡിയോയിലും കണ്ട സുപരിചിതമായ എർത്ത് ലോഞ്ചാണിത്. നമുക്കിനി കയറിയിട്ട് ബാക്കി പ്രൊസീജിയേഴ്സ് നോക്കാം. കയറി വരുമ്പോൾ തന്നെ ഇങ്ങനത്തെ കാഴ്ചകളാണ്. കാർഡൊക്കെ സ്വൈപ്പ് ചെയ്യാനായിട്ട് അവിടെ, പിന്നെ ആ വഴി കയറി പോന്നിട്ട് നമ്മളൊപ്പം വന്ന സൈജു സാർ അവിടെ ഉണ്ട്, സൈജു കുറുപ്പ് സാർ അവിടെ ഉണ്ട്. നമ്മളൊപ്പം നേരത്തെ വീഡിയോ എടുത്ത സാറാണ്. രൂപ കൊടുത്തിട്ട് ഈ കൊച്ചി മെട്രോ 1 കാർഡ് ഉപയോഗിച്ചിട്ടാണ് ഞങ്ങൾ ഈ എയർപോർട്ട് ലോഞ്ച് ആക്സസ് ചെയ്തേക്കുന്നത്. എയർപോർട്ടിലേക്ക് ലോഞ്ചിൽ ആക്സസ് ചെയ്യുമ്പോൾ തന്നെ കാണാൻ പറ്റുന്ന ദൃശ്യമാണ് 5 എണ്ണത്തിൻ്റെയും സിയാൻ എയർപോർട്ടിലുള്ള എർത്ത് ലോഞ്ചിലേക്കാണ് നമ്മൾ കയറിയിരിക്കുന്നത്. അപ്പോൾ കാണുന്ന ആദ്യത്തെ ദൃശ്യമാണ് രാജ്യത്തിൻ്റെ വേൾഡ് ടൈം. ന്യൂയോർക്ക്, ലണ്ടൻ, ദുബായ്, ന്യൂഡൽഹി, ടോക്കിയോ. ഇരിക്കാനുള്ള സ്ഥലമാണ്. ഇതാണ് മെയിനായിട്ട്. ഇവിടെ ഒരു കോഫി മെഷീൻ ഉണ്ട്. പിന്നെ ഇതാണ് നമ്മളെല്ലാവർക്കും ഇരുന്ന് കഴിക്കാൻ പറ്റുന്ന സ്ഥലം. ഇവിടെ എല്ലാവരും ഉണ്ട്. ഇനി നമുക്ക് ഫുഡ് എന്തൊക്കെയുള്ളത് നോക്കാം. ഇതിലേക്ക് വരുമ്പോൾ സൂപ്സ് ഉണ്ട്. ഹോട്ട് ആൻഡ് സോർ സൂപ്പ് ഉണ്ട്, ഫിഷ് കറി ഉണ്ട്, പിന്നെ അതുപോലെ ചിക്കൻ കറി, പിന്നെ ബ്രേസ്ഡ് ചിക്കൻ, റൂട്ട് വെജിറ്റബിൾസ് ഉണ്ട്. ഇതൊക്കെ കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം. ജീരുണ്ട്, ബട്ടർ പനീറുണ്ട്, പിന്നെ സ്റ്റീംഡ് റൈസും ഉണ്ട്, വെജിറ്റബിൾ ബിരിയാണി റൈസും ഉണ്ട്. അതിൽ എങ്ങനെ പിടിക്കും. എന്നിട്ടാണ് എയർപോർട്ട് ലോഞ്ച് വന്നിട്ട് എടുത്തേക്കണേ പറഞ്ഞ്. നേരത്തെ ഞാൻ ഗീ റൈസ് എന്തോടെ ഗീ റൈസാണ്. എന്തോ പ്ലെയിൻ റൈസ്. ഇപ്പം ഇതാണ് അത് തീർന്നത്. പിന്നെ ഇത് ചിക്കൻ കറി, ഇത് ബട്ടർ പനീർ, ദെൻ കോൺ, ഇത് ചിക്കനോട്ട് എന്തോ ഒരു സാധനം കൊള്ളാം. ചിക്കൻ ബ്രേസ്ഡ് അങ്ങനെ എന്തോ സാധനം. എങ്ങനെയുണ്ട് കഴിച്ചിട്ട്? എങ്ങനെയുണ്ട്? അടിപൊളി, കൊള്ളാം. ഞാനെടുത്തേക്കണത് ചിക്കൻ ബ്രേസ്ഡ് ഉണ്ട്, മാക്രോണിയുടെ ഒരു സാലഡ് ഉണ്ട്, ചപ്പാത്തി ഉണ്ട്. ആക്ച്വലി ചിക്കൻ ബ്രേസ്റ്റിൻ്റെ ഒപ്പം ഒരു ബ്രെഡ് ടോസ്റ്റ് തീർക്കാനായിരുന്നു പ്ലാൻ. പക്ഷെ ബ്രെഡ് ഇവിടെ ഇല്ല. ഇവിടെ സാധനങ്ങളൊക്കെ വരാൻ ഇത്തിരി ടാസ്ക് കേട്ടോ. തീർന്നു കഴിഞ്ഞാൽ വരാൻ ഇത്തിരി പാടാം. പിന്നെ ഇവിടെ വെജ് റൈസുണ്ട്, ചിക്കൻ കറിയുണ്ട്, ഫിഷ് കറിയുണ്ട്. ഇത് ഞാൻ കഴിച്ചു നോക്കിയത് ഫിഷ് കറി ചിക്കൻ കറിയും നൈസാണ്, കുഴപ്പമില്ല. ഇതെങ്ങനെയൊക്കെ വീട്ടിലൊക്കെ വരാം. മീനിൻ്റെതായ ഒരു ചെറിയൊരു ഇതുണ്ട്, വേറെ പ്രശ്നമൊന്നുമില്ല. ബാക്കിയൊക്കെ കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം. അപ്പോൾ നമ്മൾ എർത്ത് ലോഞ്ചിൽ കയറി നൈസായിട്ട് ഫുഡ് അടിക്കാൻ കയറി. അപ്പോൾ ഇത് കോഫി മെഷീനാണ്. ഇവിടെ ചായ, കാപ്പി ഇതൊക്കെ കിട്ടും. അതെ. പിന്നെ ഇവിടെ പഞ്ചസാര ഉണ്ട്, പിന്നെ കപ്പൊക്കെ ഉണ്ട്. പിന്നെ അങ്ങോട്ട് വരുമ്പോൾ ചിക്കൻ പപ്സ് പപ്സ് എന്നോട്ട് പറയാൻ പറ്റുള്ളൂ, ചിക്കനൊന്നും ഇല്ല. പിന്നെ ഇവിടെ എന്തോ ബ്രെഡൊക്കെ ഉണ്ട്. ഇവിടെ എന്തോ സാധനമൊക്കെ ഉണ്ടായിരുന്നു, തീർന്നു പോയി. ഫ്രൂട്ട്സ് ഒക്കെ വെച്ചിട്ടുണ്ട്, ഓറഞ്ച്, ആപ്പിള്, പിന്നെ പയറിൻ്റെ എന്തോ സാധനം. ഇവിടെ ഒരു സൈഡിൽ ജ്യൂസ് ഉണ്ട്,
ഡിറ്റോക്സ് വാട്ടർ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഇത് അറിയാവുന്നവരെന്താണെന്ന് കമൻറ്റ് ചെയ്യണം. ഈ സാധനം എന്താണെന്ന് ഞങ്ങൾക്കറിയില്ല, ഞങ്ങൾ ആദ്യമായിട്ടാണ്. ഇതറിയാവുന്നവർ കമൻറ്റ് ചെയ്യുക. പിന്നെ പൈനാപ്പിൾ സ്ക്വാഷ് ഉണ്ട്, ബ്രെഡ് ഉണ്ട്. ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് കാണിച്ചതാണ്. ഇതെല്ലാം മെയിൻ ഹൈലൈറ്റ്. ഇത് കട്ട് ഫ്രൂട്ട്സ് ഉണ്ട്, പിന്നെ കുറേ സാലഡ്സും സാധനങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. നമുക്കിവിടെ ലഭ്യമാകുന്നത് ബിയർ ആൻഡ് വൈൻ ഇവിടെ ഫ്രീ ആയിട്ട് കിട്ടും. ലോഞ്ച് ആക്സസ് ഉണ്ട്. കൊറോണ എക്സ്ട്രാ നമുക്ക് വീട്ടിൽ ഓർഡർ ചെയ്തിട്ടുണ്ട്. പിന്നെ വൈനും ഓർഡർ ചെയ്തിട്ടുണ്ട്. ഗൈസ്, അപ്പോൾ ഇവിടെയും ഒരു റിലാക്സിങ് ലോഞ്ച് ഉണ്ട്, പിന്നെ സ്മോക്കിംഗ് ലോഞ്ച് ഉണ്ട്. കത്തിക്കാൻ വന്നവർക്ക് ഇവിടെ ഒന്ന് കത്തിക്കാം. പക്ഷെ ഞങ്ങൾ കത്തിക്കില്ല, ഞങ്ങൾ ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ് ഗൈസ്, കത്തിക്കരുത്. അപ്പോൾ ഓക്കെ, ഫ്ലൈറ്റിൽ വെച്ച് കാണാം. ഇവിടെ ലോഞ്ചിലെ മറ്റൊരിത് റിലാക്സിങ് ലോഞ്ചാണ്. ഇവിടെ എല്ലാവർക്കും വളരെ സ്വസ്ഥമായിട്ട് റിലാക്സ് ചെയ്യാൻ പറ്റും. അതാണ് ഇങ്ങനെ ഇവിടെ ഒന്ന് സുഖമായിട്ടിരിക്കാൻ പറ്റും. ഇവിടെ ഇരിക്കാം. പിന്നെ ഇവിടെ നമുക്ക് കിടക്കാൻ പറ്റും. പിന്നെ നമുക്ക് ഇവിടെയും ഇങ്ങനെ ലാമ്പൊക്കെ തെളിച്ചിങ്ങനെ ഇരിക്കാൻ പറ്റും. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ ഓരോ ആൾക്കാർക്കും കിടക്കാനായിട്ടുള്ള സൗകര്യം. സുഖമായിട്ട് ഇങ്ങനെ കിടക്കാം, രാജാവിനെ പോലെ. സുഖമുണ്ടോ? കിടക്കാൻ പറ്റണ്ട? കഴിച്ചുകൊണ്ട് കിടക്കാൻ. ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു? ഫുഡ് അടിപൊളി. സുഹൃത്തുക്കളെ, ഇവിടെയാണ് എല്ലാ ഗേറ്റുകളും ഉള്ളത്. ഇന്റർനാഷണൽ എല്ലാവരും ഇങ്ങോട്ടാണ് പറയണത്. ഇവിടെ ഗേറ്റ് 3 ഇങ്ങനെ പറഞ്ഞിട്ട് ആ ഗേറ്റൊക്കെ നമുക്കിവിടെ റെസ്റ്റ് ചെയ്യാനുള്ള സമയമുണ്ട്. ഇനി ഇത് കുറേ നല്ല ദൂരമുണ്ട്. പല ബ്രാൻഡിൻ്റെ ഷോപ്സ് ഇവിടെ ഉണ്ട്. നമുക്ക് പർച്ചേസ് ചെയ്യും. കാശുള്ളവർക്ക് സുഖമായിട്ട് കുറേ സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോകാൻ പറ്റും. പിള്ളേരെ പറ്റിക്കാനാന്ന് പറഞ്ഞിട്ട് പുറത്തുനിന്നുള്ള സാധനങ്ങളാണെന്ന് പറഞ്ഞ് ഇവിടെ നിന്ന് സാധനങ്ങൾ വാങ്ങിക്കാനും പറ്റും. എല്ലാ പരിപാടിയും പറ്റും ഇവിടെ. നമ്മുടെ സീനല്ല കേട്ടോ, അടിപൊളിയാണ്. ഞങ്ങളുടെ ഗേറ്റ് 5 ആണ്, അവിടെ നിന്നാണ് ഫ്ലൈറ്റ് വരുന്നത്. പിന്നെ അടിപൊളി ഇതുണ്ട്, അടിപൊളി അക്വേറിയം. ഏത് ചെയ്യാന്നറിയില്ല, അറിയാവുന്നവർ കമൻറ്റ് ചെയ്യണം ഗൈസ്. അക്വേറിയം ചത്ത ഇത് അനങ്ങുന്നില്ലല്ലോ, തീറ്റ കൊടുക്കാത്തോണ്ടാ. മീൻ സെഡായിരിക്കണതാണ്. നിങ്ങളെ കമൻറ്റ് ചെയ്താൽ അവർ ഹാപ്പിയാവും. ഓക്കെ ഗൈസ്, ഇനി ഗേറ്റിൽ വെച്ച് കാണാം. സിയാലിവിടെ നല്ല അടിപൊളി വാക്കിംഗ് എസ്കലേറ്റർ ഒക്കെ ഉണ്ട്. പക്ഷെ ഇവിടെ അശ്വിന് നടന്നു പോയാൽ മതി, പുറത്ത് നടന്നു പോയാൽ മതി. കണ്ട, ഇവിടെ ഞാനിവിടെ വാക്കിംഗ് എസ്കലേറ്ററിൽ നിൽക്കുമ്പോൾ അവനവിടെ പുറത്തു കൂടെ നടന്നു വരുന്നുണ്ട്. നല്ല രസമല്ലേ ഇവിടെ സിയാലാണ്. അപ്പോൾ നമ്മളിപ്പോൾ ചെക്ക് ഇൻ ചെയ്തു, ഓൺലൈൻ വഴി ചെക്ക് ഇൻ ചെയ്തു, ചെക്കിനാണ് ചെയ്തു. പിന്നെ നമ്മൾ കഴിഞ്ഞ് ബോർഡിംഗ് പാസ് എടുത്തു, ബാഗേജ് ഡ്രോപ്പ് ചെയ്തു. അത് കഴിഞ്ഞ് നമുക്ക് ബോർഡിംഗ് പാസ് കിട്ടി, ഇമിഗ്രേഷൻ ക്ലിയറായി. നമ്മൾ നേരത്തെ പറഞ്ഞ ലോഞ്ചിൽ പോയി. ഇപ്പോൾ നമ്മളിവിടെ ബോർഡ് ചെയ്യാനായിട്ട്, ഇനി ഫ്ലൈറ്റിൽ കയറാനായിട്ട് ഇവിടെ ബോർഡിംഗ് കയറ്റിയിട്ടാണ് നിൽക്കുന്നത്. എൻ്റെ ശബ്ദത്തിന് ചെറിയൊരു പ്രശ്നമുണ്ട്, ചെറുതായിട്ട് കോൾഡ് ഉള്ളതുകൊണ്ട്. അപ്പോൾ ശബ്ദത്തിൻ്റെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കുക എല്ലാവരും. ഞങ്ങളിതാ ബ്രിഡ്ജ് കയറി. ഇനി ഞങ്ങൾ കുറച്ചും കൂടി അങ്ങോട്ട് പോയാൽ മതി. ഇതാണ് നമ്മുടെ ഫ്ലൈറ്റ്. നമ്മൾ ബോർഡ് ചെയ്തിട്ടുണ്ട്, നമ്മൾ ടിക്കറ്റൊക്കെ ശരിയാക്കിയിട്ടുണ്ട്. പ്രശ്നങ്ങളൊന്നും നമ്മൾ ഫ്ലൈറ്റ് നീങ്ങി തുടങ്ങി. ആദ്യമായിട്ടാണ് നമ്മൾ ഫ്ലൈറ്റിൽ കയറുന്നത്. ചെറിയ ടെൻഷനൊക്കെ ഉണ്ട്. നിങ്ങളിങ്ങനെ പറയലേ കശ്മീരുണ്ട്, പക്ഷേ എനിക്ക് വേറെ ടെൻഷനുണ്ട്. നമ്മൾ കമൻറ്റ് ഇട്ട് ഞങ്ങളെ പേടി ഇത്തിരി കുറയ്ക്കണം. ആദ്യമായിട്ടാണ് ഫ്ലൈറ്റിൽ കയറണം, അതിൻ്റെ ഒരു ടെൻഷനാണ്. മാസ്ക് ഒക്കെ ഇട്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ കാര്യം പറ്റേ നമ്മൾ ഇങ്ങനെ പോകുമ്പോൾ ഉണ്ടല്ലോ, ഇവിടുത്തെ ചേച്ചിമാരെ കടി വേണ്ടേ കാണിച്ചു തരാം. കണ്ടോ കേട്ടോ, ആദ്യമായിട്ട് ഫ്ലൈറ്റ് കയറുന്നത്. ഇതാണ് നമ്മുടെ ചേച്ചിമാരുടെ ഡാൻസ് കേട്ടോ. ให้สอดห่วงเข็มขัดเข้าด้วยกันปรับสายรัดให้แน่นโดยดึงที่สายรัดเข็มขัด To fasten, insert the metal tip into the buckle and tighten the belt by pulling on the buckle strap. วิธีการปลดเข็มขัดให้ยกหัวด้านบนขึ้นและแยกปลายทั้งสองด้านออกจากกัน Fasten, lift the metal flap. หากเกิดการเปลี่ยนแปลงของความดันอากาศและอากาศออกซิเจนบนแผงเหนือศีรษะของท่าน
จะตกลงมาโดยอัตโนมัติดึงหน้ากากลงมาครอบหน้ากากไว้บริเวณจมูกและปากสวมสักการรอบศีรษะแล้วหายใจตามปกติ Should an oxygen mask like this automatically drop from the compartment above your seat, immediately pull the mask firmly. สวมหน้ากากให้ตัวเองก่อนแล้วจึงสวมให้ผู้ที่อยู่ภายใต้ความดูแลของท่าน Place your own mask first before assisting others under your care. เสื้อชูชีพอยู่ใต้ที่นั่งของท่าน Your life vest is under your seat. วิธีการใช้ให้สวมเข้าใต้ศีรษะปรับสายรัดด้านข้างให้ตึง To use it, slip it over your head like this, clip on the waistband and pull it tight. ดึงแถบสีแดงที่ประตูทางออกเพื่อให้เสื้อชูชีพพองลง At the exit, before leaving the aircraft, pull the red tags to inflate your life vest. เป่าท่อนี้จะสว่างโดยอัตโนมัติเมื่อท่านเหลือ The light comes on when in contact with water, and here is a whistle to attract attention. เครื่องบินลำนี้มีประตูทางออกฉุกเฉินและสไลด์นิรภัยทั้งสองด้าน Evacuation slides are located at all exits. Please. ഫ്ലൈറ്റിൽ കയറി വായിച്ചു പഠിക്കാനായിട്ട് കുറെ ബുക്കൊക്കെ ഉണ്ട് കുറെ സാധനങ്ങളൊക്കെ ഉണ്ട്. സാധനങ്ങളൊക്കെ ഉണ്ട്, അത് കാണിച്ചത് കഴിക്കാൻ കുറെ സാധനമുണ്ട് കണ്ടാ. ഗോവാട്ടി ഫ്ലൈറ്റിൽ വരുമ്പോൾ 100 തായ് ബാത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ 230 രൂപ. ഒരു തൈ ബാത്ത് എന്ന് പറഞ്ഞാൽ 2.3 രൂപ. 2.3 ഇതൊക്കെ നമ്മുടെ തിലാപ്പി പിലോപ്പി മീൻ കരിമീനെ പോലെ കരിമീനല്ലടാ തിലോപ്പി. ഭയങ്കര ഗുണമുള്ള സാധനം ഉണ്ടാ നമ്മളൊക്കെ വളർത്തി കഴിക്കണത്. നമുക്ക് ഇങ്ങനെയൊക്കെ വരുമ്പോഴേ അതിൻ്റെ ശരിക്കും ഗുണങ്ങളൊക്കെ അറിയണം. ഫ്രൈഡ് ഫിഷ് ഫിലറ്റ് 400 രൂപയോളം വരും. പക്ഷെ എന്തായാലും എന്ത് കാര്യത്തിൽ എല്ലാം 400 രൂപയുടെ സാധനമാണ്. ഭയങ്കര റേറ്റ് ആട്ടോ ഗൈസ് ഫ്ലൈറ്റിൽ. നമ്മൾ പിന്നെ 2 രൂപയ്ക്ക് നല്ല ഫുഡൊക്കെ ലാവിഷായിട്ട് അടിച്ച് കയറ്റിക്കൊണ്ട് ഭാഗ്യം. എക്സിക്യൂട്ടീവ് ലഞ്ച് ഗൈസ് ഇതെന്താ സാധനം എന്ന് ഞങ്ങൾക്ക് മനസ്സിലായില്ല. തിരിക്കലടാ ഈ സാധനം ഇത് ഓറഞ്ചാണോ എന്താ ഞങ്ങൾക്ക് മനസ്സിലായില്ല. കലാമാൻസി എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഇതറിയാവുന്ന സാധനം എന്താണെന്ന് ആരെങ്കിലും കമൻറ്റ് ചെയ്യണം. ഇതാണ് സാധനം. ഇതെന്താണ് ചുമയുണ്ട് അശ്വിന്. അടുത്തടുത്ത കാണിക്ക്. സൂപ്പൊക്കെ ഉണ്ട്. മറ്റേ കപ്പ് നൂഡിൽസ് ഒക്കെ അവൈലബിൾ ആണ്. ഭയങ്കര റേറ്റ് ആണ് കേട്ടോ. നമ്മളെ കൊണ്ട് മുതലാവില്ല. ഒരു സ്നിക്കേഴ്സിന് 100 രൂപ. ഇതുകൊണ്ട് കഴിച്ച് തട്ടിപ്പ്. ഇത് എത്ര സ്നിക്കേഴ്സ് എന്തോരം ഗ്രാം ഉണ്ടെന്ന് എന്താണെന്ന് എഴുതിയിട്ടില്ല. സ്നിക്കേഴ്സ് 50 മാത്രം എഴുതിയിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ ഇത്ര ലോങ് ആയിട്ട് കാണിക്കണ ഫ്ലൈറ്റിൽ കയറാത്ത ആൾക്കാർ ഇത് കാണുന്നുണ്ടെന്ന് എനിക്കറിയാം. അവരും കൂടി ഇതൊക്കെ കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ഇത് കണ്ടോട്ടെ, ഇതൊക്കെ കണ്ടോട്ടെ. മൂക്കടപ്പിന്നൊക്കെ ആശ്വാസമൊക്കെ ഉണ്ടെന്നൊക്കെ പറയണ ഇതൊക്കെ ഉപയോഗിച്ചാൽ. കറക്റ്റ് അപ്പം മൂക്കടപ്പ്. പക്ഷെ ഇതൊന്നും ഫ്രീ അല്ല കേട്ടോ. ഇത് ഞാൻ അവിടെ ചെന്നിട്ട് ഇസാറായിലുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളതൊക്കെ ചെയ്യാനായിട്ടുള്ള അതല്ല. ഞങ്ങളിവിടെ ഫ്ലൈറ്റിൽ കയറിയപ്പോൾ ഒരു BTS പൊണ്ടാനെ കണ്ടുപിടിച്ചു. ഇങ്ങനെ പിടിക്കല്ലേ. നല്ല അടിപൊളി ചേട്ടന്മാരും ചേച്ചിമാരും BTS പുണ്ടാസ് ആണ്. നല്ല രസമാണ് കാണാൻ. ഏഷ്യൻസ് ആണ്. 2 ചേച്ചിമാരെ കണ്ട നല്ല ഭംഗിയാണ്. അടിപൊളിയാ. ബുക്ക് ചെയ്ത് ഇങ്ങനെ കുറച്ച് ഗുണങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. ഫ്ലൈറ്റിൻ്റെ മാനുവലാണിത്. വേണ്ട സീറ്റ് ബെൽറ്റ് ഇങ്ങനെയാണ് വേണ്ട. ക്യാബിൻ്റെ ബാഗ് ഇങ്ങനെ കയറ്റണം. എന്തോ എനിക്ക് മനസ്സിലായില്ല. അത് കൊച്ചിനെ എടുത്താൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതെന്താ ഇത് ലൈഫ് ജാക്കറ്റ് ഇടുന്നത് എങ്ങനെയാണെന്നാണ് കാണിക്കുന്നത്. വെള്ളത്തിലൊക്കെ എങ്ങാനും പെട്ട ഇത് ഡീറ്റെയിൽ ആയിട്ട് കണ്ടവർക്ക് പോസ് ചെയ്തിട്ട് വായിക്കേണ്ടവർക്ക് വായിച്ചിട്ട് പ്ലേ ചെയ്താൽ. അതെ അതെ അതെ. കുറച്ച് ചമ്മന്തി ആയിപ്പോയി പാവം. വാട്ടർ ലെവൽ സ്ട്രക്ചർ വെള്ളത്തിലെങ്ങാനും പ്ലെയിൻ ലാൻഡ് എങ്ങാനും പെട്ടാൽ ഇതൊക്കെ ഒന്നും ചെയ്യാൻ പറ്റുമോ? ഇതൊക്കെ നടക്കണ കാര്യങ്ങളാണ്. നടക്കുമായിരിക്കണം.
ഇതൊക്കെയാണ് സാധനങ്ങൾ. ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ ഇത്രയൊക്കെ അല്ലേ ഇടാവുള്ളൂ. യാത്രയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? യാത്ര എങ്ങനെ ഉണ്ടായിരുന്നു? ഇതിപ്പോ എന്താന്നറിയോ, ഇവിടെ ഭയങ്കര അലമ്പാണ്. വിസ ഇവിടെ വന്നിട്ട് ഇവിടത്തെ കാര്യങ്ങൾ റൂമിലെത്തിയിട്ട് പറയാം, കറക്റ്റ് ആയിട്ട് പറയാം. ഇതിപ്പോ നമ്മള് ബാഗ് എടുക്കാൻ പോണ ഇമിഗ്രേഷന്റെ ഇവിടെ ഭയങ്കര അലമ്പാണ് കേട്ടോ ഗൈസ്. ഇപ്പൊ നമ്മൾ ഇവിടെ നിന്ന് വന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ അങ്ങോട്ടാണ് പോണത്. അവിടെ നിന്നാണ് നമ്മള് ഇതൊക്കെ എടുക്കണത്, വിസ ഒക്കെ എടുക്കണത്. വിസ ഓൺ അറൈവലാണ് ഇവിടെ. ഇവിടെ വന്നെത്തുമ്പോൾ നമ്മളെ പാസ്പോർട്ടും കുറച്ച് ഡോക്യുമെന്റ്സ് കൊടുക്കും, നമുക്ക് വിസ ഓൺ അറൈവൽ കിട്ടും. കുറച്ച് ലുക്കുള്ള പെമ്പിളരെ കാണിച്ചു തരാം, ശ്രദ്ധിച്ചു നോക്കിക്കോ. ചൈനയുടെ ഫ്ലൈറ്റ് ഒന്ന് ഇറങ്ങിയിട്ടുണ്ട്, അടിപൊളിയാണ്. ഇത് ക്യാപ്ചർ ചെയ്യണം. പക്ഷേ അതിൻ്റെ ഇടയിൽ കൂടെ നടക്കണം. അടിപൊളിയാണ് കേട്ടോ ഗൈസ്. ശരി, എങ്ങനെയുണ്ട്? അകത്തുനിന്ന് ഇങ്ങനെ പുറത്തേക്കുള്ള റൺവേയുടെ ടാക്സി ലാൻഡിൻ്റെ ഒക്കെ ഒരു വ്യൂ ഉണ്ട്. ഇവിടെ നിലവിൽ ഫ്ലൈറ്റ് ഒന്നുമില്ല. നമ്മൾ വന്നിറങ്ങിയ ഫ്ലൈറ്റാന്ന് തോന്നുന്നു അവിടെ ആ കിടക്കണത്. ഇവിടെ ഓട്ടോമാറ്റിക് ക്ലീനിങ് മെഷീനാണ്. ഇതിപ്പോൾ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും. ഇങ്ങനെ ഇതുണ്ടോ, നമ്മളെ പേടിച്ച് ഓടണമെന്ന് തോന്നുന്നത്. പക്ഷെ സാധനം അടിപൊളിയായിട്ടില്ലേ? ഇത് ആരും ഇടിക്കൂല, ഇങ്ങനെ കറക്റ്റായിട്ട് ഇങ്ങനെ പൊക്കോളും. സ്പീഡൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് നോക്കിയേ എങ്ങനെയുണ്ട് സാധനം. അല്ല, കറക്റ്റായിട്ട് നിന്ന് കറക്റ്റായിട്ട് ഇങ്ങനെ വന്നോളൂ. കണ്ടോ, സൂപ്പർ സാധനമല്ലേ? എങ്ങനെയുണ്ട് സാധനം? ഇവിടെയാണ് നമ്മുടെ ബാഗൊക്കെ വന്ന ഏരിയ. ഇപ്പം നമ്മുടെ ഫ്ലൈറ്റ് നമ്പർ ഇവിടെ എഴുതിയിട്ടുണ്ടാവും. കണ്ടോ, ഇവിടെ FD171 നമ്മുടെ ഫ്ലൈറ്റ്. അപ്പോൾ നേരത്തെ വന്നായിരുന്നു. ഇപ്പോൾ വിസയുടെ കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു വന്നത്. അതുകൊണ്ട് ഇവർ ബാഗ് ഓൾറെഡി താഴെ എടുത്ത് വെച്ചു. നമ്മുടെ ബാഗൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്, ശിവശിൻ്റെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇമിഗ്രേഷനും ക്ലിയറായി. ഇമിഗ്രേഷനും വേറെ പ്രത്യേകിച്ചൊന്നും പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അവർ 4 ഫിംഗർ സ്കാൻ ചെയ്തു, ലെഫ്റ്റും റൈറ്റും 2 തമ്പും ഒരു ഫോട്ടോ എടുത്ത് ക്ലിയറായി. അത്ര ഉണ്ടായിരുന്നുള്ളൂ ഇമിഗ്രേഷൻ. ഇമിഗ്രേഷൻ വേറെ എളുപ്പമായിരുന്നു.